ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ ഡാഷ് ചെയ്തു. ആൻസർ തിന്മ. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ആരെ? ഉത്തരം ഇസ്രായേലിനെ. മനോവ ഏതു ഗോത്രക്കാരൻ ആയിരുന്നു? ഉത്തരം ദാൻ. അവൻ ജനനം മുതൽ കർത്താവിന് ഡാഷ് വ്രതക്കാരനായിരിക്കും. ആൻസർ നാസിർ. ദൈവത്തിൻ്റെ ദൂതൻ മനോവയ്ക്കും ഭാര്യയ്ക്കും നൽകിയ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ. നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും. ബി. അവൻ്റെ പേര് സാംസൺ എന്നായിരിക്കും. സി. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. ഡി. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ബി ആണ്. അവൻ്റെ പേര് സാംസൺ എന്നായിരിക്കും. മനോവയ്ക്കും ഭാര്യയ്ക്കും ദൈവദൂതൻ രണ്ടാമതും പ്രത്യക്ഷപ്പെടാനുണ്ടായ സാഹചര്യം എന്ത്? ഉത്തരം മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ട്. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം മനോവയും ഭാര്യയും കർത്താവിന് എന്തെല്ലാം ബലികളാണ് അർപ്പിച്ചത്? ഉത്തരം ദഹനബലിയും ധാന്യബലിയും. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? ഉത്തരം സോറായ്ക്കും എസ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച്. സാംസൺ ഫിലിസ്ത്യ യുവതിയെ കണ്ടത് എവിടെ വെച്ച്? ആൻസർ തിമ്ന. സാംസന്റെ മാതാപിതാക്കൾ ഫിലിസ്ത്യ യുവതിയെ എതിർക്കാനുള്ള കാരണം എന്ത്? ഉത്തരം ഫിലിസ്ത്യ ജനം അപരിച്ഛേദിതരായിരുന്നു. അത് കർത്താവിൻ്റെ ഡാഷ് ആണെന്ന് മാതാപിതാക്കന്മാർക്ക് മനസ്സിലായില്ല. ഉത്തരം ഹിതം. സാംസന്റെ കാലത്ത് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത് ആരാണ്? ഉത്തരം ഫിലിസ്ത്യർ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ സാംസൺ സിംഹക്കുട്ടിയെ ഉപദ്രവിച്ചത് എങ്ങനെ? ഉത്തരം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ചീന്തിക്കളഞ്ഞു. കടംകഥയുടെ ഉത്തരം പറഞ്ഞാൽ സാംസൺ നിശ്ചയിച്ച സമ്മാനം എന്തായിരുന്നു? ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും. സാംസന് തോഴരായി നൽകിയ യുവാക്കൾ എത്ര പേരാണ്? ഉത്തരം 30 പേർ.